നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റെസിപ്പി ട്രൈ ചെയ്താലോ? ആദ്യം തന്നെ മഷ്റൂം നന്നായി വാഷ് ചെയ്യണം. എന്നിട്ട് ഈ അറ്റത്തുള്ള ഈ ഭാഗം നമുക്ക് വേണ്ട. ബാക്കിയുള്ള ഭാഗം ചെറിയ ചെറിയ പീസസായി ഞാൻ കട്ട് ചെയ്തു. പിന്നീട് പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. എണ്ണ കുറച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് സവോള ആഡ് ചെയ്തു. സവോള പെട്ടെന്ന് റെഡിഷ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് അതിലോട്ട് നമുക്ക് വേണ്ടത്ര വെളുത്തുള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തു. മൊത്തത്തിൽ നല്ലൊരു റെഡിഷ് ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത്ര തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി അങ്ങോട്ട് വഴറ്റിയെടുത്തു. നന്നായി വഴന്നു വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് പെപ്പറും ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് പാകത്തിൽ വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. മഷ്റൂമിലോട്ട് എല്ലാ മസാലയും പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ പാൻ ഒന്ന് മൂടി വെച്ചു. ഒരു 5 to 6 മിനിറ്റ്സിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. മഷ്റൂമിലുള്ള വെള്ളം മൊത്തം ഇറങ്ങി വന്നു. നമുക്ക് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എഗെയിൻ ഞാൻ ആ പാൻ ഒന്ന് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഞാൻ അത് വീണ്ടും ഓപ്പൺ ചെയ്തു. കൂണൊക്കെ അത്യാവശ്യം നന്നായി വെന്തു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിത്തഴ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആട്ടോ.